അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അഷാറ ബിയദിഹി ലഖംസുൻ മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ, 5 കാര്യത്തെ ഇഷാറത്താക്കിയിട്ട് തൻ്റെ ബെർലിൽ എണ്ണിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലു മീസാൻ തട്ടിൽ ഈ 5 കാര്യം എത്ര ദിനായിട്ട് നല്ലതും പിടക്ക് തൂക്കാക്കുമ്പോൾ നല്ലത് തട്ടിൽ ഈ 5 കാര്യങ്ങൾ എത്ര ഭയങ്കര ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ഏതത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഈ 4 ദിക്ർ. അതോടുകൂടി 5-മത്തെ ഒരു കാര്യമായിട്ട് വൽ വലദു സ്വാലിഹു യുതവഫ ലിൽ മർഇൽ മുസ്ലിം ഫയഹ്തസിബുഹു. 5-മത്തെ കാര്യം അത് ഒരു സ്വാലിഹായ കുട്ടി, ഒരു കിടാവ്, അത് വഫാത്തായിട്ട് മറിച്ചിട്ട് അത് മൗത്തായിട്ട് എന്നിട്ട് മുസ്ലിമായ വ്യക്തി അള്ളാഹുരട്ട അത് കാരണം കൊണ്ട് കൂലി ആഗ്രഹിച്ചിട്ട് സബർ കഴിഞ്ഞിട്ട് കൂലി ആഗ്രഹിച്ച എങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ അതൊരു പരിഹാരം ആഖിറത്തിൽ ആ കുട്ടിക്ക് അഥവാ കിടാവ് അള്ളാഹു നാലം ആഖിറത്തിൽ ഭയങ്കര അഥവാ മീസാൻ തട്ടിൽ ആ കൂലി ഭയങ്കര ആയിട്ട് കിടുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലും. അപ്പോൾ 5 തസ്ബീഹിങ്ങ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അത് ഏതായാലും മീസാൻ തട്ടിൽ ഉണ്ടാവും. അതോടുകൂടി 5-മതായിട്ട് ആ 4 തസ്ബീഹോട് കൂടെ 5-മത്തെ ഒരു കാര്യ ഒരു കിടാവ് മൗത്താവ, എന്നിട്ട് ആ മൗത്തായ കിടാവുവാനായിട്ട് ഉമ്മ അബ്ബ സബർ ചെയ്യുക, അള്ളാഹുരുടെ കൂലി ആഗ്രഹിക്കുക. അവിടെല്ലാം നമുക്ക് വലിയൊരു ടെസ്റ്റിംഗ് ആയിട്ട് നമുക്ക് സബർ ഉണ്ടായില്ലേണ്ട അള്ളാഹു പരീക്ഷിക്കേണ്ടതായിരിക്കും. ഞങ്ങൾ അള്ളാഹുടെ കൂലി ആഗ്രഹിച്ചിട്ട് സബർ ചെയ്യുമെങ്കിൽ ഭയങ്കരത്തെ കൂലി ആഖിറത്ത് അള്ളാഹു അതൊക്കെ പ്രതിഫലമായിട്ട് തണ്ട. പക്ഷെ കൂലി ആഗ്രഹിക്കാണ്ട് അഥവാ സബർ ചെയ്യാണ്ട് എന്നെല്ലാം പിന്നെ ബൊബ്ബടിച്ചിട്ടും അങ്ങനെയുള്ള റംപാട്ടാക്കിയിട്ടായെങ്കിൽ ആ കിട്ടതായ വലിയ കൂലി നഷ്ടപ്പെട്ടത്. അപ്പോൾ ഞങ്ങളെ പിരിച്ചപ്പെട്ടങ്ങ മൗത്തായെങ്കിൽ ഞങ്ങൾ റാദ്ദാൻ താക്കോത്തിയല്ല, പ്രത്യേകിച്ചും പെണ്ണിങ്ങ ഒരാളുടെ സബർ അതിനെ പരിഗണിക്കുന്നത് സബർ ഇന്ന സ്വതമത്തിൽ ഊലാണ്ട് ഒന്ന് ഫസ്റ്റ് ടൈമിൽ ഉള്ള ആ സബറായിട്ട് ഏറ്റവും കൂടുതൽ അള്ളാഹുടെ അടുക്കൽ പിന്നെ കണക്കാക്കപ്പെടുന്നത്. പിന്നെ കുറേ നാൾ പോയാൽ പിന്നെ സബർ എല്ലാവരും ചെയ്യാറ്. ഒരു മുഅ്മിനായ മനുഷ്യരെ സബർ ചെന്നെങ്കിൽ ഒരു 3-4 കഞ്ഞൽ പിന്നെ അവിടെ ഒരു നോർമൽ അവസ്ഥ ഉണ്ടല്ലേ, ആ അവസ്ഥ ഫസ്റ്റ് 4 അവൻ കാട്ടണമുണ്ട്. ഫസ്റ്റ് 4 ആ 3-മത്തെ 4 ആ സബർ ഫസ്റ്റ് 4 കാട്ടേണ്ടായെങ്കിൽ അതായിട്ട് അള്ളാഹുടെ അടുക്കൽ ഏറ്റവും ബലപാലിൻ്റെ സബറും ആ സബർക്കായിരിക്കും അള്ളാഹു ഏറ്റവും കൂടുതൽ കൂടി തൻ്റെ. അപ്പോൾ പിരിച്ചപ്പെട്ടങ്ങ മൗത്തായെങ്കിൽ പിന്നെ റാദ്ദാൻ താക്കേണ്ടായെങ്കിൽ അതിൽ കൂടെ കൂലിയെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഭർത്താവ് മൗത്തായെങ്കിൽ മക്ക മൗത്തായെങ്കിൽ പ്രത്യേകിച്ചും പെണ്ണിങ്ങ ഭയങ്കര റംപാട്ടാക്കുന്നതും തലമുടി ബെക്കിലിടുന്നതും അതുപോലെ മെയ്യത്തിന് മേൽ പൂള് പോകേണ്ടതും അതെല്ലാം ഞങ്ങളെ കൂലിയെല്ലാം നഷ്ടപ്പെടുത്തരും. അങ്ങനെ കൂലി നഷ്ടപ്പെടുത്തിയിട്ടായി നല്ല ആഖിറത്തിൽ നമുക്ക് ഒന്നും കിട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ചിട്ടും എന്താവണം, ഞങ്ങൾ ആ മരിച്ച സന്ദർഭത്തിൽ ഞങ്ങൾ പിരിച്ചപ്പെട്ട ആൾമാർ മരിച്ച സന്ദർഭത്തിൽ നല്ല സബർ പാലിക്കണം. പിന്നെ അങ്ങനെ സബർ പാലിച്ചിട്ടായെങ്കിൽ ഞങ്ങൾക്ക് വലിയ കൂലി കിട്ടും. ഞങ്ങൾ റാദ്ദാൻ താക്കിയെങ്കിൽ റംപാട്ടാക്കേണ്ടായെങ്കിൽ അതിൽ കൂടെ ഞങ്ങൾക്ക് കൂലിയും നഷ്ടപ്പെട്ട് മാത്രമല്ല ഹദീസിൽ കാണ്ട് പിന്നെ അൽ മയ്യിത്തു യുഅദ്ദബു ഫീ ഖബ്രിഹി ബിമാനി ആട്ട്, കുടുംബക്കാർ നടത്തുന്നതായ ഈ റാദ്ദാന്ത റംപാട്ട അത് പിന്നെ സ്വയം മെയ്യത്തുക്ക് പോലും ചിലപ്പോൾ ഇടങ്ങേറാക്കുക ചാൻസ് ഉണ്ട്. അപ്പോൾ മരിച്ച മെയ്യത്ത് ആരും ഇഷ്ടപ്പെടില്ല. എന്നിട്ട് നക്കുവേനായിട്ട് ഇങ്ങനെയെല്ലാം വെപ്രാലാക്കണോ റംപാട്ടാക്കണമുണ്ട്. ചില ആൾമാർ കോമ്പറ്റീഷന് ഉൾപ്പെട്ട പോലെ ഉൾപ്പെട്ട് വലിയ മൂലം ഉൾപ്പെട്ട് ചെറിയ മൂലം ഉൾപ്പെട്ട് ഭയങ്കര പിന്നെ മുരിയെല്ലാം ബിരുക്കിലിട്ട് ഭർത്താക്കന്മാർ മറിച്ചൻ്റെ പെഞ്ഞായമാർ ബുൾപ്പ് പണ്ട് അത് വേറെ വശന്. അതേ സന്ദർഭത്തിൽ കണക്കിനാട്ടി ഓവർ ആക്ടിങ് ആക്കിയിട്ട് ചിലപ്പോൾ പിന്നെ എന്നാണിങ്ങനെ ആക്കില്ല എൻ്റെ മനുഷ്യനും വിചാരിക്കുവാറുണ്ട്. അങ്ങനത്തും ചില മനുഷ്യന്മാർ കിടാറ് പിന്നെ കിടാറ് അതങ്ങനെ ആക്കോ തീര. ഞങ്ങൾ സബർ ചെയ്യണം.
അതുകൊണ്ടായിട്ട് പല മഹാന്മാർ അങ്ങനെ പെഞ്ഞൈമാരൊട്ട ನಾನು മരിച്ചിട്ടായെങ്കിൽ നീ ഇങ്ങനെ റംപാട്ടാക്കോ തീരാണ്ട് വസിയത്താക്കേണ്ടിന്നാറില്ല. പിന്നെ അങ്ങനെ റംപാട്ടാക്കി ഇങ്ങനെ നക്കത് ഇടങ്ങാറാവും. അതുകൊണ്ട് നീ സബൂർ ചെയ്യണം മരിച്ചെങ്കിട്ട്. പ്രത്യേകിച്ചും മഹാന്മാർ അങ്ങനെ ഭാര്യമാരൊട്ട വസിയത്താക്കേണ്ടിന്നാറിട്ട്. അപ്പോൾ എല്ലാത്തിലും സബൂർ വേണം, കൂലി ആഗ്രഹിക്കണം. ആ കൂലി കിട്ടണമെങ്കിൽ ധാരാളം ക്ഷമ ഞങ്ങൾ ആ സന്ദർഭത്തിൽ പാലിക്കേണ്ടതുണ്ട്. ഒരു കിടാവ് മരിച്ചിട്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ കേൾക്കടോല നിൻ്റെ നിങ്ങളെ പിന്നെ ഒരു അയാളുടെ കിടാവിടെ റൂഹ് പിടിച്ചാറല്ലേ, ഇപ്പം അയാളുടെ അവസ്ഥ എങ്ങനെ ഉണ്ടു, മാതാ കാല അബുദി. അപ്പോൾ മലക്കിന് ചില്ലർ ഫയഖൂലൂന ഹമീദക്ക വസ്തർജ, അള്ളാഹുവെ അയാളുടെ കിടാവ് മൗത്തായപ്പോൾ അയാൾ നിൻ്റെ സ്തുതിച്ചുകൊണ്ടുണ്ടു, അയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്തു. അപ്പോൾ അള്ളാഹു ചെല്ലോല ഉബ്നു ലി അബ്ദി ബൈതം ഫിൽ ജന്ന. ഓഹോ, ഞാൻ ഇങ്ങനത്തെ ഒരു പരീക്ഷനെ ആക്കിയപ്പോൾ എൻ്റെ അടിമ സബർ ചെയ്യുന്നല്ലേ, എങ്കിൽ അതാ അയാൾക്ക് ഒരു സ്വർഗത്തിലൊരു ഭവനം ഉണ്ടാക്കി കൊടുക്കറു. ഒസമ്മൂഹു ബൈത്തുൽ ഹംദ്, ಅದಕ್ಕೆ ಬೈತುಲ್ ಹಮ್ದ್ ಎಂದು പേര് വെക്കുറുണ്ട് അള്ളാഹു ചെല്ലം. അപ്പോൾ നോക്കൂ, വെറുതെക്കും റംപാട്ടാക്കിയിട്ട് എന്ത് കാര്യമല്ലേ? സബർ കഴിഞ്ഞിട്ട് അള്ളാഹുടെ സ്തുതിച്ചിട്ട് പഠിച്ചോ നീ തന്നത് നീ തിരിച്ചെടുത്ത ഈ നിലക്ക് പൂർണ്ണമായിട്ട് തൻ്റെ ആ സന്ദർഭത്തിൽ തൻ്റെ ശരീരത്തെ കൺട്രോൾ കൊണ്ടുവന്ന ആൾക്ക് ആഖിറത്തിൽ സ്വർഗ്ഗലോകത്തിൽ വെച്ചിട്ട് ബൈത്തുൽ ഹംദ് ചെല്ല് വലിയൊരു ഫ്ലാറ്റ്, വലിയൊരു ഭവന അള്ളാഹു ഉണ്ടാക്കി കൊടുക്കറാണ്ട് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ല്. അപ്പോൾ നാളെ പിരിച്ചപ്പെട്ടങ്ങ് മരിക്കുമ്പോൾ നമുക്കത് സഹിക്കുക സാധ്യമല്ലേ? പക്ഷേ ഞങ്ങൾ സഹിക്കണാവുള്ളൂ. അള്ളാഹുടെ പരീക്ഷണങ്ങൾ ഞങ്ങൾ വിധേയനായില്ല. അപ്പോൾ ഞങ്ങൾ എത്ര സബൂർ ചെയ്താൽ ചെല്ലതായിരിക്കണം അവിടെ മുഖ്യമല്ലേ. ആ സബൂർ ചെയ്യണമല്ലാണ്ട് ഞങ്ങൾ റംപാട്ടാക്കിയിട്ട് ഞങ്ങൾ എന്തെല്ലാം ആക്കടെ മുടി വിൽക്കടേ പിന്നെ മക്കൾ മയ്യത്തെ മേലായിക്കോ പോകണ്ടേ, നാലാൾ ഞങ്ങളെ പിടിച്ചു വെക്കടേ, ഇതെല്ലാം എന്തായിരിക്കട് നാളെ കൂലി നഷ്ടപ്പെടുത്തിയിട്ട് ആഖിറത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നതായ അമോഘമായ ഓഫറെ നഷ്ടപ്പെടുത്തിയ പോലെ ആവിടും. അള്ളാഹു ഞങ്ങൾക്ക് അള്ളാഹുടെ പരീക്ഷയിൽ നിന്നിട്ട് എല്ലാം സബർ കഴിഞ്ഞിട്ട് ധാരാളം ആഖിറത്തിൽ പ്രതിഫലം കോരി വാങ്ങും. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീക്ക് തരട്ടെ. നാളെ മക്കളെല്ലാം നാളെ പിരിച്ചപ്പെട്ട അങ്ങനെ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. സർവ്വ ദുരന്ത ആഫത്തിൽ ഞങ്ങളെയും കുടുംബത്തെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.